ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ക്ലിയ എന്ന ക്യാരക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ ക്ലിയ ആരാണെന്ന് ചോദിച്ചാൽ ക്ലിയ ഡോറമാമുന്റെ നീസ് ആണ്. അത് മാത്രമല്ല ഡാർക്ക് ഡയമെൻഷനിലെ ഒരു സോഴ്സറർ സുപ്രീം കൂടിയാണ് ക്ലിയ. എർത്തിൽ നിന്നും ഡാർക്ക് ഡയമെൻഷനിലേക്കുള്ള ഒരു പോർട്ടൽ ക്ലിയ ഓപ്പൺ ചെയ്യുന്നുണ്ട്. Can I help you? You caused an incursion, and we're gonna fix it. Unless you're afraid. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഡോക്ടർ സ്ട്രേഞ്ചും ഡോർമാമും തമ്മിലുള്ള ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം മിസ്റ്റിക്കൽ ത്രെഡ്സിനോടും ഡാർക്ക് ഫോഴ്സസിനോടും പോരാടാൻ ടൈം സ്റ്റോൺ എത്രമാത്രം പ്രധാനമാണെന്ന് ഏൻഷ്യന്റ് വണ്ണ് ബ്രൂസ് ബാനറിനോട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ടൈം ലൈനിൽ ഇൻഫിനിറ്റി സ്റ്റോൺസിനെ എല്ലാം താനോസ് ആറ്റംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തേക്കുവാണല്ലോ. ടൈം സ്റ്റോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ എർത്തിനെ ഇൻവേഡ് ചെയ്യാൻ ഡോർമാമു സ്വതന്ത്രനായിട്ടുണ്ടാകാം. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വാണ്ട അഥവാ സ്കാർലറ്റ് വിച്ച് എർത്ത് 838-ലെ ഇല്ലൂമിനാറ്റിയെ കണ്ടുമുട്ടുന്ന സമയത്ത് അവിടെ ഈ സീനിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു സ്റ്റാച്യു നമുക്ക് കാണുവാൻ സാധിക്കും. ആ സ്റ്റാച്യു മറ്റാരുടെയുമല്ല, സീന ദ വാരിയർ പ്രിൻസസിന്റേതാണ്. സോ ഗൈസ്, ഇതുപോലെയുള്ള രസകരമായ വീഡിയോസ് ഇനിയും കാണുവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ മൾട്ടിവേഴ്സിലൂടെ ട്രാവൽ ചെയ്ത് എർത്ത് 838-ൽ എത്തുന്ന ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ ബേൺ ചെയ്ത് ആ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷന്റെ നടുവിലത്തെ ഭാഗം കീറിപ്പോകുന്നുണ്ട്. പിന്നീട് എർത്ത് 838-ലെ ക്രിസ്റ്റീൻ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഒരു നീല കളർ തുണി കൊണ്ടാണ് ക്രിസ്റ്റീൻ ഇവിടെ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ ഫിക്സ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ബോൾട്ട് എർത്ത് 838-ലെ സുപ്രീം സ്ട്രേഞ്ചിനെ കൊല്ലുന്ന സമയത്ത് ബാക്കിലായിട്ട് റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫെന്റാസ്റ്റിക് ഒരു നീല കളർ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. ആ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ മറ്റാരുടെയുമല്ല, എർത്ത് 838-ലെ സുപ്രീം സ്ട്രേഞ്ചിന്റേതാണ്. എനിക്ക് തോന്നുന്നത് ഈ നീല ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ ആകാം ഡോക്ടർ സ്ട്രേഞ്ചിന്റെ കീറിപ്പോയ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് ക്രിസ്റ്റീൻ ഉപയോഗിക്കുന്നത്. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ മൾട്ടിവേഴ്സിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡോക്ടർ സ്ട്രേഞ്ചും അമേരിക്ക ഷാവേസും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂണിവേഴ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂണിവേഴ്സിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഒരു ജയന്റ് എയർഷിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, ആ ജയന്റ് എയർഷിപ്പിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഹൈഡ്രയുടെ ലോഗോയും നമുക്ക് കാണാം. ഹൈഡ്രയുടെ ലോഗോ ആ ജയന്റ് എയർഷിപ്പിൽ വരണമെങ്കിൽ ഒന്നുറപ്പാണ്, ആ യൂണിവേഴ്സിലെ എർത്തിനെ ടേക്ക് ഓവർ ചെയ്യാൻ ഹൈഡ്രയ്ക്ക് സാധിച്ചു എന്ന് തന്നെയാണ്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കുവാൻ മാർവലിന് സാധിക്കുന്നുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ എർത്ത് 838-ലെ ഇല്ലൂമിനാറ്റി കൊന്ന താനോസിന്റെ ഇൻഫിനിറ്റി ഗോൺലെറ്റില് 4 ഇൻഫിനിറ്റി സ്റ്റോൺസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ സീനിൽ താനോസിന്റെ ഇൻഫിനിറ്റി ഗോൺലെറ്റിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ ടൈം സ്റ്റോണും മൈൻഡ് സ്റ്റോണും ഇല്ലാത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പക്ഷേ എർത്ത് 838-ലെ ഡോക്ടർ സ്ട്രേഞ്ച് താനോസിന് ടൈം സ്റ്റോൺ കൊടുത്തിട്ടില്ലായിരിക്കാം. അതുപോലെ ടോണി സ്റ്റാർക്ക് ആകാം മൈൻഡ് സ്റ്റോണിന്റെ സഹായത്തോടെ അൾട്രോൺ സെൻട്രീസിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനർത്ഥം ടോണി സ്റ്റാർക്കിന് വിഷനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലായിരിക്കാം. അതുമാത്രമല്ല, ഇല്ലൂമിനാറ്റിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ ഈ ഇൻഫിനിറ്റി സ്റ്റോൺസുകൾ സൂക്ഷിക്കുന്നുണ്ടാകാം.